നമസ്കാരം. ഇന്നത്തെ വിഷയം ആമ്പൽപ്പൂവും പാടശേഖരവും. ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരപ്പൂവിനോളം തന്നെ പ്രാധാന്യമുള്ളതാണ് ആമ്പൽപ്പൂവ്. കേരളത്തിലെ പാടശേഖരങ്ങളിലും കുളങ്ങളിലും ആമ്പൽപ്പൂക്കൾ ധാരാളമായി കാണാം. താമരപ്പൂവ് ഒരു പന്ത് പോലെ ഉരുണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആമ്പൽപ്പൂവ് ഒരുവിധം നീണ്ട് കൂർത്ത ഇതളുകൾ ചേർന്ന് അടുക്കി വെച്ച ഒരു പൂവാണ്. വളരെയേറെ ഭംഗിയാണ് അത് കാണുവാൻ. അതിൻ്റെ ഇലയും കാണുവാൻ അതുപോലെ ഭംഗിയാണ്. വട്ടത്തിലുള്ള ഇലയാണ്. താമരപ്പൂവിൻ്റെ ഇല ഒരു പാത്രം പോലെ വട്ടത്തിലിരിക്കും. ആമ്പൽപ്പൂവിൻ്റെതിന് അതുപോലെയുള്ള വട്ടം ഇല്ല, എങ്കിലും വട്ടത്തിൽ തന്നെയുള്ള ഒരു ഇലയാണ്. ഈ രണ്ട് പൂക്കളും ചെളി നിറഞ്ഞ വെള്ളത്തിൽ പാടശേഖരങ്ങളിലും അതുപോലെ അടിവശം ചെളിയുള്ള കളിമൺ പോലെയുള്ള കുളങ്ങളുടെ ജലം നിറഞ്ഞു നിൽക്കുന്ന കുളത്തിലും വളരുന്ന സസ്യങ്ങളാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ജലപ്പരപ്പിൽ ഒഴുകി നടക്കുന്ന അല്ലെങ്കിൽ ജലപ്പരപ്പിൽ നിവർന്ന് നിൽക്കുന്ന പൂക്കളെയും ഇലകളെയും മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ തണ്ടുകളും വേരുകളും മറ്റും വെള്ളത്തിന് അടിയിലേക്ക് താന്ന് വീണ് ചെളിയിൽ പുതഞ്ഞ് അവിടെ നിന്നാണ് ഇത് വളർന്ന് കയറുക. ഇന്നത്തെ വീഡിയോ ഇതിനെ പറ്റിയുള്ള വിശേഷങ്ങളാണ് പറയുന്നത്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ഹൈപ്പ് ബട്ടൺ കാണുകയാണെങ്കിൽ പ്രസ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. പാടശേഖരങ്ങൾ കേരളത്തിൽ ഇപ്പോൾ അധികമായി പാടശേഖരങ്ങൾ കാണാനില്ല. ഉള്ള പാടശേഖരങ്ങളിൽ ആട്ടെ നെൽകൃഷി കുറവാണ്. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ചില പാടശേഖരങ്ങളിലൊക്കെ നെൽകൃഷി പുനരാരംഭിച്ചിട്ടുണ്ട്. പണി ചെയ്യുവാനുള്ള ആൾക്കാരുടെ ലഭ്യത കുറവ് മൂലമാണ് ഈ കൃഷി ചെയ്യാതെ സ്ഥലങ്ങൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ യന്ത്ര സംവിധാനത്തോടെ ചില പാടങ്ങളിലൊക്കെ നെൽകൃഷി ഇറക്കാറുണ്ട്. കൃഷി ഉള്ള സമയം ആണെങ്കിൽ തന്നെയും പാടശേഖരങ്ങൾ കാണുവാൻ വളരെയേറെ ഭംഗിയാണ്. കേരളത്തിലുള്ള വീടുകൾ, പണ്ട് ഉണ്ടായിരുന്ന വീടുകളൊക്കെ മുൻവശം നോക്കി നിൽക്കുന്നത് പാടശേഖരത്തിലേക്കാണ്. കഴിഞ്ഞ അതുപോലെയുള്ള ഒരു വീട്ടിൽ സന്ദർശിക്കുവാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായി. പുതിയ റോഡുകളും ഒക്കെ വന്നത് മറ്റുള്ള സ്ഥലങ്ങളിലൂടെയാണ്. അപ്പോൾ പണ്ട് ഉണ്ടായിരുന്ന വീടുകളൊക്കെയും റോഡിൽ നിന്നും വളരെയധികം താഴെയായി ഇരിക്കുന്നു. അത് എന്താണ് അങ്ങനെയെന്ന് ഞാൻ ഉദ്ദേശിക്കുമായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ വീടുകളൊക്കെ തന്നെയും പാടശേഖരത്തിൻ്റെ ഓരത്താണ് ഇരിക്കുക. അപ്പം പാടശേഖരങ്ങൾ ഇവർക്കൊക്കെ സ്വന്തമായി ഉണ്ടായിരുന്നതാണ്. വളരെ ഭംഗിയായി പാടശേഖരത്തിലേക്ക് ഇറങ്ങാനും ആയിട്ട് മുറ്റവും അതുപോലെയുള്ള പടിക്കെട്ടുകളും ഒക്കെ കെട്ടി വളരെ ഭംഗിയായി വച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. അതിനുള്ള പടിക്കെട്ടിൽ പോയി ഇരുന്ന് പാടശേഖരത്തിലേക്ക് നോക്കിയിരുന്നാൽ തന്നെ നമ്മൾക്ക് വളരെയേറെ ആനന്ദം ഉണ്ടാവും. ഇപ്പോൾ ആ പാടശേഖരങ്ങളിലൊന്നും കൃഷി നടക്കുന്നില്ല. വെള്ളം കയറി അത് കായൽ പോലെ വെള്ളം നിറഞ്ഞ് പാടശേഖരങ്ങൾ കിടക്കുകയാണ്. എങ്കിലും പാടശേഖരങ്ങൾ കാണുവാൻ എന്ത് ഭംഗിയാണ്. അപ്പോൾ കൃഷി ഇല്ലാത്ത സമയങ്ങളിലാണ് ആമ്പൽപ്പൂക്കൾ പൂക്കുക. ചെളി വെള്ളത്തിൽ ആമ്പൽപ്പൂവുകളുടെ വിത്തുകൾ ഉണ്ടാവും. അപ്പോൾ കൃഷി ഇല്ലാത്ത സമയങ്ങളിൽ ഈ ആമ്പൽപ്പൂക്കൾ തനിയെ കിളുത്ത് വരുന്നതാണ്. അതിൻ്റെ ഒരു ഭംഗി വിവരിക്കുവാൻ തന്നെ പറ്റുകയില്ല. അത് കണ്ട് മനസ്സിലാക്കിയെങ്കിലേ ആമ്പൽപ്പൂവിൻ്റെ ഭംഗി മനസ്സിലാവുകയുള്ളൂ. സാധാരണ
സാധാരണയായി 2 നിറങ്ങളിലാണ് ആമ്പൽ പൂക്കൾ കാണുക. ഇളം നിറത്തിൽ ഇളം ക്രീം കളറിലുള്ള ഒരു ആമ്പൽ പൂവും, അതുപോലെ തന്നെ ചുവപ്പ് കലർന്ന ഒരു വയലറ്റ് നിറത്തിലുള്ള, ഞാൻ ഉടുത്തിരിക്കുന്ന ഈ സാരിയുടെ നിറം വരും അങ്ങനെ ഉള്ള കളറിലുള്ള ഒരു ആമ്പൽ പൂവും. ഇങ്ങനെ 2 തരത്തിലുള്ള ആമ്പൽ പൂക്കളാണ് സാധാരണ കാണുക. വലിയ പാടശേഖരങ്ങളിലൊക്കെ വലിയ ആമ്പൽ പൂക്കൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ആമ്പൽ പൂക്കളുടെ ആമ്പൽ വസന്തം എന്ന് പറഞ്ഞ് തന്നെ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി ഉള്ള സ്ഥലങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഈ അടുത്ത കാലത്തായി ഉണ്ടായി വന്നതാണ്. ആമ്പൽ പൂക്കൾ പറിക്കുവാന് നമ്മൾ അതിൻ്റെ പാടശേഖരത്തിൻ്റെ ഉള്ളിലേക്ക്, കായല് പോലെയുള്ള സ്ഥലമാണ്, അതിൽ വെള്ളത്തിൻ്റെ സൗകര്യമുണ്ട്. വെള്ളത്തിൽ കയറിപ്പോയി ആണ് നമ്മൾ ആമ്പൽ പൂവിൻ്റെ അടുക്കൽ പോയി ആമ്പൽ പൂവ് പറിച്ചെടുക്കാൻ പറ്റുക. ഞാൻ ആമ്പൽ പൂവിനെ കണ്ടിട്ടുള്ളത് അവിടെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിലൊന്നും ഞാൻ പോയില്ല. എനിക്ക് വീടിൻ്റെ അടുത്തായിട്ടുള്ള പാടശേഖരത്തിനോട് ചേർന്നിട്ടുള്ള ആറിൻ്റെ ആറ്റുവക്കിൽ, പാടശേഖരത്തിൽ നിന്നും വന്നിട്ടുള്ള വെള്ളം കയറി കിടക്കുന്ന ആറ്റിലെ വെള്ളത്തിൻ്റെ സൈഡിലായിട്ട് ആമ്പൽ പൂക്കൾ ധാരാളമായി ഉണ്ടാകാറുണ്ട്. അത് ചില സീസണുകളിൽ മാത്രമേ അങ്ങനെ പതിവുള്ളൂ. ആ സമയങ്ങളിൽ ഞാൻ അതുവഴി നടന്നുപോയി ആമ്പൽ പൂക്കളെ കണ്ടിട്ടുണ്ട്. ഒരു ആമ്പൽ പൂവ് പറിച്ചെടുക്കണമെന്നുള്ള വലിയായ ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് എനിക്ക് പറിക്കുവാൻ സാധിക്കുന്ന വിധത്തിലല്ല നിൽക്കുന്നത്. റോഡിൻ്റെ കൽക്കെട്ടിൽ നിന്നും വളരെ താഴെയാണ് ജലപ്പരപ്പ്. അപ്പോൾ കയ്യെത്തി പറിക്കാൻ ഒട്ടും തന്നെ സാധ്യമായ സ്ഥലത്തല്ല ആ പൂക്കൾ നിൽക്കുക. എങ്കിലും ഒരു പൂവ് പറിച്ച് എടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഞാൻ ആ പൂക്കളെ കണ്ണിറയെ കണ്ട് ആസ്വദിക്കാറുണ്ട്. കണ്ടാലും നമ്മൾക്ക് അവിടെ നിന്ന് മാറിപ്പോകാൻ തോന്നുകയില്ല. അതുപോലെ മനോഹരമാണ് ഈ ആമ്പൽ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ. പാടശേഖരങ്ങൾ പൊതുവേ കാണാൻ വളരെ ഭംഗിയാണ്. അവിടെ നെൽകൃഷി ഉണ്ടെങ്കിൽ പച്ച പട്ട് വിരിച്ച് മൈതാനം പോലെ ആ നെൽപ്പാടം അങ്ങനെ വിരിഞ്ഞ് നിൽക്കും. നെൽപ്പാടങ്ങളിൽ രാവിലെ പോയി കഴിഞ്ഞാൽ വെള്ള നിറത്തിലുള്ള ഒരു തരം പക്ഷികൾ വരാറുണ്ട്. കൊറ്റികൾ എന്ന് പറയുന്ന ഒരുവിധം അരയന്നങ്ങളുടെ പോലെ കണ്ടാൽ തോന്നുന്ന നല്ല വെള്ള നിറത്തിലുള്ള പക്ഷികൾ ഈ പാടശേഖരങ്ങളിൽ തീറ്റ തേടി വരുന്നതാണ് രാവിലെ കാലങ്ങളിൽ. അതും വളരെയേറെ ഭംഗിയാണ്. അപ്പോൾ പാടശേഖരങ്ങളും അതിലെ ഉണ്ടായി നിൽക്കുന്ന ആമ്പൽ പൂക്കളും നമ്മൾക്ക് കണ്ട് ആസ്വദിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെ ആണ്. നമ്മളുടെ ചില വീടുകളിലൊക്കെ ഇപ്പോൾ താമരപ്പൂക്കൾ, ചെറിയ കുളങ്ങൾ ഉണ്ടാക്കി വീടിൻ്റെ മുറ്റത്തായി താമരപ്പൂക്കൾ വളർത്തി അതിൻ്റെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. താമരപ്പൂ ഞാൻ അടുത്ത് കണ്ടിട്ടില്ലായിരുന്നു. ഒരു താമരപ്പൂവ് കണ്ട ഒരു കഥ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലേ ഞാൻ താമരപ്പൂവ് അടുത്ത് കണ്ടുള്ളൂ, പൂവായിട്ട് വിരിഞ്ഞു നിൽക്കുന്നത്. അല്ലാതെ ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോൾ നേർച്ചയ്ക്കായി താമരപ്പൂക്കൾ വയ്ക്കാറുണ്ട്. അത് പക്ഷേ താമരപ്പൂവിൻ്റെ മൊട്ടാണ്. വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂവിനെ കാണാൻ പ്രയാസമാണ്. അതുപോലെ പ്രയാസം ഉണ്ടാകുന്ന സംഗതിയല്ല ആമ്പൽ പൂക്കൾ. ആമ്പൽ പൂക്കൾ ധാരാളമായി നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെയുള്ള പാടശേഖരങ്ങളിൽ പോകണം എന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി. നമസ്കാരം.